ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായേക്കുമെന്ന് സൂചന. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഭീമമായ ഇറക്കുമതി തീരുവ പകുതിയാക്കി കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നതായാണ് ഏറ്റവും പുതിയ സൂചനകൾ. നിലവിൽ 50% തുടരുന്ന ഈ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ ഇടപാടുകളെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അമേരിക്ക ഇന്ത്യക്കുമേൽ നികുതി ഇരട്ടിയാക്കിയത്. റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്നതിനോടുള്ള വിയോജിപ്പായിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ. റഷ്യൻ എണ്ണയ്ക്ക് ഇന്ത്യക്കുമേൽ 25% പ്രത്യേക തീരുവയും US ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ ശുഭപ്രതീക്ഷ നൽകുന്നു. ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഗണ്യമായി കുറച്ചിട്ടുണ്ടെന്നും US ഏർപ്പെടുത്തിയ നികുതി നിയന്ത്രണങ്ങൾ ഒരു വിജയമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്കുമേലുള്ള നികുതി ഭാരം ലഘൂകരിക്കാൻ അമേരിക്ക ആലോചിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചത് ഒരു വിജയമാണ്. ഇന്ത്യക്ക് 25% അധിക നികുതി ഏർപ്പെടുത്തിയതോടെയാണ് ഈ മാറ്റമുണ്ടായത്. 2025 ഇന്ത്യയുടെ മേലുള്ള നികുതി 50% വർദ്ധിപ്പിക്കാൻ കാരണം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ഇടപാടുകളായിരുന്നു. എന്നാൽ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം ഇന്ത്യ കുറച്ചതോടെ നിലവിലെ നികുതികൾ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇന്ത്യ US വ്യാപാര ചർച്ചകളെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിക്കാത്തതിനാൽ വ്യാപാര കരാർ പരാജയപ്പെട്ടുവെന്നായിരുന്നു US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിന്റെ വിവാദപരമായ പരാമർശം. എന്നാൽ ഇന്ത്യ ഈ വാദങ്ങളെ അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു. ഈ തർക്കങ്ങൾക്കിടയിലാണ് പുതിയ US അംബാസഡർ സെർജിയോ ഗോറും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ലുട്നിക്കിന്റെ പ്രസ്താവനകളെ തിരുത്തുന്നതാണ് ഇവരുടെ നിലപാടുകൾ. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം കൂടുതൽ കരുത്തുറ്റതാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.